ഋഷഭന്റെ പുത്രന്മാരിൽ ഏറ്റവും ശ്രേഷ്ഠനായ മൂത്തവനായിട്ടുള്ള ഭരതൻ. ആ ഭരതന് നാട് എല്ലാം ഭരിച്ച് ധർമ്മത്തോടുകൂടി പരിപാലിച്ചതിന് ശേഷം വാനപ്രസ്ഥനായി പോയി. അങ്ങനെ വേണം. ഗാർഹസ്ഥ്യം കഴിഞ്ഞാൽ പിന്നെ എന്തിനു പോകണം? വാനപ്രസ്ഥത്തിന് പോകണം. എത്രാമത്തെ വയസ്സിലെ വാനപ്രസ്ഥത്തിന് പോകണ്ടേ? 60 കഴിഞ്ഞാൽ വാനപ്രസ്ഥനായിട്ട് പോകണം. അത് കഴിഞ്ഞാൽ പിള്ളേരുടെ കിടന്ന് അവിടെ ഇവിടെ വട്ടം ചുറ്റാനൊന്നും നിൽക്കരുത്. അതുകൊണ്ട് അവസാനം മരുന്ന് മക്കളെടുത്തിട്ട് കുത്തുന്നേ. മനസ്സിലായില്ലേ? മരുന്ന് മക്കളുടെ കുത്ത് കൊള്ളാതിരിക്കണമെങ്കിൽ 60 കഴിയുമ്പം പൊക്കോണം. ഇപ്പൊ വാനപ്രസ്ഥത്തിന് പോകാത്തതുകൊണ്ടാ വൃദ്ധസാരത്തിൽ കൊണ്ടാക്കുന്നത്. മനസ്സിലായില്ലേ? അതുകൊണ്ട് നേരത്തെ കാലത്ത് വാനപ്രസ്ഥത്തിനൊക്കെ പൊക്കോണം. എന്തിനാ വാനപ്രസ്ഥത്തിന് പോകുന്നത്? ഇന്ദ്രിയങ്ങളെ മുഴുവൻ നിഗ്രഹിച്ചുകൊണ്ട് സംന്യാസത്തിലേക്ക് കിടക്കുക, സമ്യക്കായിട്ട് നസിക്കുക. ഒരു മനുഷ്യജന്മം കിട്ടിയാൽ 4 ആശ്രമങ്ങളിൽ കൂടി കടന്നു പോകണമെന്നാ. ഏതൊക്കെയാ 4 ആശ്രമം? ശ്രീരാമകൃഷ്ണാശ്രമം, അമൃതാനന്ദമയ്യയുടെ ആശ്രമം ആണോ? 4 ആശ്രമത്തിൽ കൂടെ പോയാൽ മതിയല്ലോ. അതാണോ? അല്ല. ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം, സന്യാസം. അതിനാ ഷഷ്ട്യബ്ദ പൂർത്തി കഴിയുമ്പം മക്കൾ പണ്ട് കാലത്ത് 2 സാധനം അച്ഛൻ്റെ അമ്മയുടെയും കയ്യിൽ കൊടുക്കും. എന്തോന്നാ? രുദ്രാക്ഷമാലയും ഭസ്മോ. ആ ഭസ്മമൊക്കെ തൊട്ട് അവിടെ അടുത്ത് കുത്തിരുന്ന് നമശിവായ ജപിച്ച് ജീവിതം കഴിച്ചോണ്ട് ഇനി ഞങ്ങളുടെ കാര്യത്തിലൊന്നും ഇടപെടാൻ വരരുത്. പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് ഒട്ടും ഇടപെടാൻ പോകരുത്. കൊച്ചുമക്കളെ നന്നാക്കാൻ നോക്കിയാൽ നമ്മൾ അവരെ നന്നാക്കുന്നതല്ല, അവർ നമ്മളെ നന്നാക്കാൻ നോക്കും. അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇടപെടരുത്. മക്കൾ കുടുംബജീവിതം നയിച്ചു കഴിഞ്ഞാൽ പിന്നെ അവരോട് അഭിപ്രായം ഒന്നും പറയാൻ പോകരുത്. അങ്ങനെ ജീവിക്കണം, ഇങ്ങനെ ചെയ്യണം എന്നൊന്നും പറയാൻ പോകരുത്. ഇന്നത്തെ കാലത്ത് ഒട്ടും പോകരുത്. അതൊക്കെ പിന്നീട് ജീവിതത്തിൽ എന്തായിട്ട് വരും? നമുക്ക് ദോഷമായിട്ട് വരും. എന്താ പറയാൻ ഇപ്പോഴും പാനകത്തിനുള്ള ഇവിടുത്തെ സേവ ചെയ്യുന്ന അമ്മമാരാ പാനകത്തിന് എഴുതി കൊടുക്കുന്നത്. കേൾക്കാൻ വരുന്നവര് ഞാൻ ഇരിക്കത്തേ ഉള്ളൂ, ഒരെണ്ണം എഴുതത്തില്ല. അപ്പോ അങ്ങനെ വാനപ്രസ്ഥനായിട്ട് പോയി. വനത്തിൽ കഴിയുന്ന കാലത്ത് കർമ്മബന്ധം വിട്ടുപോകാഞ്ഞത് കൊണ്ട് ഒരു മാനുമായിട്ട് ബന്ധമുണ്ടായിരുന്നു. അദ്ദേഹം അങ്ങനെ ഇരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കയ്യിൽ യാദൃശികമായിട്ടൊരു മാൻകുട്ടിയെ കിട്ടി. ആ മാൻകുട്ടിയെ വളർത്തി 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 എന്തായി? മാനുമായിട്ട് സംഘമുണ്ടായി. അതുകൊണ്ട് തൻ്റെ ലക്ഷ്യത്തിൽ നിന്ന് പിന്മാറിപ്പോയി. ആര്? ഭരതൻ.